ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ടീമുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ഇന്നലെ ESPN ബ്രസീൽ നൽകിയിരുന്നു. അതായത് കാർലോ ആഞ്ചലോട്ടി 24 താരങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 സ്പോട്ടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എൻട്രിക്ക്, ഇഗോർ തിയാഗോ എന്നിവരായിരിക്കും മിക്കവാറും ആ സ്പോട്ടിലേക്ക് വരിക. നെയ്മർ ജൂനിയർ, ലുക്കാസ് പക്കാറ്റ എന്നിവർ പുറത്തിരിക്കും. നെയ്മറെ വേൾഡ് കപ്പ് ടീമിൽ നിന്നും കാർലോ ആഞ്ചലോട്ടി ഒഴിവാക്കിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നായിരുന്നു ESPN ബ്രസീൽ പറഞ്ഞിരുന്നത്. ഇത് ശരിവെച്ചുകൊണ്ട് മറ്റൊരു ബ്രസീലിയൻ മാധ്യമമായ ഓ ഗ്ലോബോ എസ്പോർട്ടസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർക്ക് ബ്രസീലിൽ നിന്നുള്ള സപ്പോർട്ട് അതിപ്പോൾ കുറഞ്ഞു വരികയാണ് എന്നാണ് ഓ ഗ്ലോബോ എസ്പോർട്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് കാർലോ ആഞ്ചലോട്ടിയുടെ പരിശീലക സംഘത്തിൽ നിന്നും വേണ്ടത്ര ഒരു സപ്പോർട്ട് ഇപ്പോൾ നെയ്മർക്കില്ല. സപ്പോർട്ട് കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ CBFൽ നിന്നും നെയ്മർക്കുള്ള സപ്പോർട്ട് ഇപ്പോൾ കുറഞ്ഞു വരികയാണ് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ കാർലോ ആഞ്ചലോട്ടിയിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. CBFന് അകത്തു നിന്നും പുറത്തു നിന്നും നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തണം എന്ന ഒരു പ്രഷർ കാർലോ ആഞ്ചലോട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ദിവസം കൂടുന്തോറും കുറഞ്ഞു വരികയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെയ്മർക്ക് വേണ്ടി ബ്രസീലിനകത്ത് നിന്നുകൊണ്ട് വാദിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നാണ് ഓ ഗ്ലോബോ എസ്പോർട്ടസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അതേസമയം ബ്രസീലിയൻ താരങ്ങളും മുൻ താരങ്ങളും നെയ്മറെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, സാധാരണമാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ ബ്രസീലിയൻ കോൺഫെഡറേഷനെ അലട്ടുന്നില്ല. അതിനൊന്നും വലിയ ഒരു പ്രാധാന്യം അവർ നൽകുന്നില്ല. കാർലോ ആഞ്ചലോട്ടിക്കാണ് പൂർണ്ണ അധികാരം നൽകിയിട്ടുള്ളത്. തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകി എന്നൊക്കെയാണ് ഓ ഗ്ലോബോ എസ്പോർട്ടസ് പങ്കുവച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ നെയ്മർക്കുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. സമ്മർദ്ദം കുറഞ്ഞു വരികയാണ്. നേരത്തെ കാർലോ ആഞ്ചലോട്ടിയിൽ പലരും സമ്മർദ്ദം ചെലുത്തിയിരുന്നു. CBFന്റെ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തി. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സും മറ്റുള്ള കൊമേഴ്ഷ്യൽ പാർട്ണർമാരും സമ്മർദ്ദം ചെലുത്തി എന്ന വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അതിപ്പോൾ കുറഞ്ഞു വരികയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നെയ്മർ പുറത്താവാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.